ഡോക്ടർ ഐഷബി. റമദാൻ മാസമെന്നാൽ എണ്ണമറ്റ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. സ്വർഗവാതിൽ തുറന്നിടുന്ന മാസം, നരകവാതിൽ കൊട്ടിയടക്കപ്പെടുന്ന മാസം. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉണ്ടായ മാസം. ആരാധനകൾ കൊണ്ട് ആത്മീയമായി ഉയർന്നുയർന്ന് നാഥനിലേക്ക് കൂടുതൽ അടുത്തവനായി മാറേണ്ട മാസം. മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന സകല പൈശാചികതകളോടും സമരത്തിലേർപ്പെടേണ്ട മാസമാണ് റമദാൻ. നോമ്പുകാരനാണ് എന്ന ബോധം നമ്മുടെ കണ്ണിനെയും കാതിനെയും നാവിനെയും മറ്റെല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കാൻ കരുത്താർജിക്കേണ്ട ഒരു മാസം. അതുപോലെ തന്നെ ആത്മീയ വിജയം കൈവരിക്കുന്നതിനോടൊപ്പം തന്നെ റമദാൻ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ കാത്ത് സംരക്ഷിക്കാനുമുള്ള മാസമാണ്. കാരണം ആരോഗ്യത്തോടെ വരും വർഷങ്ങളിലും റമദാനെ നമുക്ക് വരവേൽക്കാൻ പറ്റണം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ശരീരത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ വിഷവസ്തുക്കളെയും പുറന്തള്ളപ്പെടേണ്ടതാണ്. അതിനാണ് ഈ മാസം. എന്തായാലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ അനുസരണയുള്ള ദാസന്മാരായി ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം, ആ ഉദ്ദേശത്തോടു കൂടി മാത്രം നോമ്പനുഷ്ഠിക്കുക. ബാക്കി ഗുണങ്ങൾ പിറകെ വരിക തന്നെ ചെയ്യും. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് എൻ്റെ സമൂഹത്തോട് ചെയ്യാനുള്ളൊരു കാര്യമാണ്, പറയാനും അവരെ ബോധവൽക്കരിക്കാനുമുള്ളൊരു കാര്യമാണ്, എന്ത് രോഗവും വരാതെ സൂക്ഷിക്കുക. വന്നിട്ട് ചികിത്സിക്കലല്ല, വരാതെ സൂക്ഷിക്കലാണ് പ്രധാനം. അതിലൊന്നാണ് PCOD എന്നുള്ളത്. ഇപ്പോൾ ഒട്ടനവധി ചെറുപ്പക്കാരികളാണ് PCOD കാരണം എല്ലാവിധ പ്രശ്നങ്ങളും, അതായത് മാസമുറയുടെ പ്രശ്നങ്ങൾ, വന്ധ്യത, ഗർഭം അലസിപ്പോകൽ, അമിതവണ്ണം, മുടികൊഴിച്ചിൽ, ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എന്നിങ്ങനെ നീണ്ടു പോകുന്നു അവരുടെ പ്രശ്നങ്ങൾ. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളിലോട്ടാണ് ഇതൊക്കെ നയിക്കുന്നത്. PCODക്ക് കാരണമായി പറയപ്പെടുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അത് കാരണമാണ് അമിതഭാരം, ഹോർമോൺ വ്യതിയാനങ്ങൾ, ഞാൻ മേലെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ ഇതൊക്കെ വരുന്നത്. ഇവിടെ എല്ലാവർക്കും റമദാൻ മാസത്തിന് മുമ്പ് ഒരു ഹാപ്പി ന്യൂസുണ്ട്, ഒരു ഗുഡ് ന്യൂസുണ്ട്. നിങ്ങൾ നോമ്പെടുക്കുക. പക്ഷേ നിങ്ങളെല്ലാവരും നോമ്പെടുക്കും, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാതൃക കാണിച്ചതുപോലെ നിങ്ങൾ നോമ്പെടുക്കുക. അതെങ്ങനെയാണ്? അതായത് റമദാൻ വിവിധ തരം ഭക്ഷണങ്ങളുടെ ആഘോഷമാക്കരുത്. നിങ്ങൾ സാധാരണ കഴിക്കുന്നതിൽ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുക, എണ്ണയും മധുരവും കൂടുതൽ കഴിക്കുക, ഇവ ഉപയോഗിച്ച് പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടാക്കുക, അതിൽ മത്സരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രശ്നമായി മാറുന്നത്. ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളും ധൂർത്തുമാണ് നമ്മൾ ത്യജിക്കേണ്ടത് റമദാനിൽ. പക്ഷേ നമ്മൾ ത്യജിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണ്. നമ്മളാണ് മതിമറന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്ത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഇതൊക്കെ നമ്മൾ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് വിളിച്ചു വരുത്തും, ഈവൻ ചെറുപ്പക്കാരികളിൽ പോലും. അപ്പം നോമ്പ് എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കും എന്ന് വിശ്വസിച്ച് 15 മണിക്കൂർ പട്ടിണി കിടന്നതിന് ശേഷം നമ്മൾ വയറിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലപ്പുറം വലിച്ചു വാരി തിന്നാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾ പ്രതികരിച്ചിരിക്കും. അതാണ് രോഗങ്ങൾക്ക് കാരണമാവുന്നത്. ഇതാണ് ഞാനടക്കമുള്ള എല്ലാവരും ചെയ്യുന്ന തെറ്റ്. ശരീരത്തിന് ആവശ്യമില്ലാത്ത വിഷപദാർത്ഥങ്ങൾ പുറന്തള്ളേണ്ട ചാൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ നേരെ മറിച്ചാണ് ചെയ്യുന്നത്. 12-15 മണിക്കൂർ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ആവശ്യമില്ലാത്ത എക്സ്ട്രാ കൊഴുപ്പ് ഉപയോഗിക്കപ്പെടും. അതിനാൽ ശരീരഭാരം കുറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, ഇൻഫ്ലമേഷൻ കുറയും, ഹോർമോൺ ബാലൻസ് കൈവരിക്കും. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? PCODയെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. അതാണ് ഗുഡ് ന്യൂസ്. നോമ്പെടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് മാനസിക സമ്മർദ്ദം വന്നാലും അത് നിയന്ത്രിക്കാൻ പറ്റും. കാരണം ശരീരത്തിൻ്റെ ഇച്ഛകളെ കടിഞ്ഞാണിടാൻ നമുക്ക് പറ്റുന്ന ഒരു സമയമാണ് നോമ്പിൻ്റെ സമയം. എല്ലാ ഭാരവും ദൈവം ഏറ്റെടുക്കും എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ ഭംഗി. അതിലൂടെ മാനസിക സമ്മർദ്ദം കുറയും, കോർട്ടിസോൾ എന്ന ഹോർമോൺ കുറയും. അങ്ങനെ PCODയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കൈവരിക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക.
തീന്മേശയിൽ കാണിക്കുന്ന ആർഭാടങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ കൂടുതൽ വിഭവങ്ങൾ എന്നാൽ കൂടുതൽ സമയം അടുക്കളയിൽ ചിലവഴിക്കുക. കൂടുതൽ പൈസ, വീട്ടമ്മമാർക്ക് ക്ഷീണം കൂടുന്നു, ശരീരത്തിൽ അവർക്ക് വെള്ളത്തിൻ്റെ അംശം കുറയുന്നു, വീട്ടമ്മമാർക്ക് ആരാധനക്കും വിശ്രമത്തിനും സമയം കിട്ടാതാവുന്നു, കൂടുതൽ പണം ഭക്ഷണത്തിന് മാത്രം ചെലവഴിക്കുന്നു. ഇതുവഴി എന്താണ് നമ്മൾ നേടുന്നത്? കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ. ചെയ്യേണ്ടത് നോമ്പ് തുറക്കാൻ മിനിമം വിഭവങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന പലരും നമ്മുടെ ചുറ്റുമുണ്ടാവും. അവരെ ഓർത്താൽ നിങ്ങൾ ഈ ആർഭാടം ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റും. അത്താഴത്തിലും നോമ്പ് തുറക്കും ഹെവി ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കുക. എണ്ണക്കടികൾ തീന്മേശയിൽ നിന്ന് മാറ്റി നോക്കുക. നിങ്ങൾ ഈ വർഷം മുതൽ ഒന്ന് മാറ്റി നോക്കാൻ ശ്രമിക്കുക. പകരം ആവിയിൽ വേവിച്ചത്, മധുരം, അധികം പഞ്ചസാര ഇടാത്തത്, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ശീലമാക്കുക. സാലഡ്സ്, ഫ്രൂട്ട്സ് ഇവ കഴിക്കുക. ഹൈ പ്രോട്ടീൻ അടങ്ങിയതും ഹൈ ഫൈബർ അടങ്ങിയുമായ, അതുപോലെ തന്നെ നല്ല തരം കൊഴുപ്പ് അടങ്ങിയുമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇനി നിങ്ങൾക്ക് ആർഭാടം കാണിക്കാനുള്ള എല്ലാ കഴിവും ദൈവം തന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ മിതത്വം കാണിക്കുന്നുണ്ടെങ്കിൽ റസൂലിനെ പിൻപറ്റിയവനായി, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം അല്ലേ തീരുമാനങ്ങൾ. അതായത് ശരീരഭാരം കുറക്കാനും, മാസമുറ ക്രമമാക്കാനും, അണ്ടോൽപാദനം നടക്കാനും, PCOD ഉള്ളവർക്ക് ഗർഭധാരണം എളുപ്പമാക്കാനും, മാനസിക സമ്മർദ്ദം കുറക്കാനും, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനുമൊക്കെ പറ്റുന്ന രീതിയാണ് ഞാൻ മേൽ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ റമദാൻ എല്ലാവർക്കും ആത്മീയമായും ശാരീരികമായുമുള്ള മാറ്റങ്ങളുടെ മാസമാവട്ടെ. PCOD കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ദൈവം പരിപൂർണമായ ശമനം കൊടുക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ അമർത്തുക. താങ്ക് യു സോ മച്ച്.